വീണയാക്കുക. മാത്യു കുഴൽനാടൻ വീണ, മറ്റേ വീണ, ഏത് വീണ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ. ആ വീണയെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞപ്പോഴാണ്, സത്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കാരണഭൂതം ഈ കുഴൽനാടനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പി സി ജോർജ് സത്യം പറഞ്ഞപ്പോൾ പി സി ജോർജിനെ പിടിച്ച് ജയിലിലിട്ടു. ഇവിടെ ആരൊക്കെ സത്യം പറയുകയാണെങ്കിലും സത്യം പറഞ്ഞവരെ മുഴുവൻ വെട്ടി നിരത്തുക, 51 വെട്ടി കൊല്ലുക, അല്ലെങ്കിൽ ഇവർക്കെതിരെ പെണ്ണ് കേസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കുക, ഇവിടെ കള്ളന്മാരാക്കുക. ഇങ്ങനെയൊരു ഭരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന ഡോക്ടർ ആദ്യത്തെ ദിവസം വീണ പറഞ്ഞത് ഈ നല്ല ഡോക്ടറാണ്. രണ്ടാമത്തെ ദിവസം കാരണഭൂതം പറഞ്ഞു ഇങ്ങനെയൊന്നും മിണ്ടാൻ പാടില്ല. കാരണഭൂതം അമ്മാതിരി ഡയലോഗ് ഒന്നും ആരും അടിക്കരുത് കേട്ടോ. അതായത് ഒരു അനൗൺസ്മെന്റ് പോലും, ഒരു നല്ലൊരു അനൗൺസ്മെന്റ് പോലും താങ്ക് യു സാർ, താങ്കളുടെ പ്രസംഗത്തിന് നന്ദി സാർ എന്ന് സ്വാഭാവികമായ ഒരു ആങ്കർ പറഞ്ഞപ്പോൾ അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇയാളെ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്? കാരണഭൂതം, പരനാറി, നികൃഷ്ടൻ എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ദുർഭൂതം പറഞ്ഞതാണ്. ഈ പറയുന്ന കാരണഭൂതം പറഞ്ഞ വാക്കുകളാണ്. ഞാൻ അതാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്തിനാണ് പിണറായി വിജയനെ ഈ കാരണഭൂതം എന്ന് വിളിക്കുന്നത്? കാരണഭൂതം എന്ന് വിളിച്ചത് ഇവിടെ തിരുവാതിര പാട്ടിലാണ് കാരണഭൂതം എന്ന് വിശേഷിപ്പിച്ചത്. കാരണഭൂതൻ എന്നായിരുന്നു. ആ കാരണഭൂതൻ എന്നുള്ളത് നമ്മൾ കാരണഭൂതം എന്നാക്കി, രണ്ടും തന്നെ. പിന്നീടാണ് പരനാറി എന്ന് വിളിച്ചത് പ്രേമേന്ദ്രനെ പിണറായി വിജയനെ പരനാറി എന്ന് വിളിക്കാമെങ്കിൽ പിണറായി വിജയനെ നമുക്ക് എത്ര പ്രാവശ്യം പരനാറി എന്ന് വിളിക്കാം? ധീരനായ സഖാവായ ടി.പി. ചന്ദ്രശേഖരനെ കൊലക്ക് കൊടുത്തിട്ടും 51 വെട്ടി കൊന്നിട്ടും അയാൾ കുലം കുത്തിയാണെന്ന് പറയുന്ന താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്ന എഡോ ഗോപാലകൃഷ്ണ എന്ന് മാന്യനായ പത്രപ്രവർത്തകനെ വിളിക്കുന്ന അധമനായ മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്? കാരണഭൂതം എന്നല്ലാതെ ഇരട്ടച്ചങ്കൻ